വയനാട്ടിൽ CPI സ്ഥാനാർത്ഥിയോട് CPIM നീതി കാണിച്ചില്ലെന്ന് ടി സിദ്ദിഖ് MLA 24നോട് CPIM വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടി. വീട് കയറി വോട്ട് ചോദിക്കാൻ പോലും CPIM തയ്യാറായില്ല എന്നും ടി സിദ്ദിഖ് MLA പറഞ്ഞു. ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച ടി സിദ്ദിഖ് MLA നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ വിജയം നൽകുന്ന സൂചന ഇത് വയനാട്ടിലെ ജനത നെഹ്റു കുടുംബത്തോട്, പ്രിയങ്ക ഗാന്ധിയോട്, രാഹുൽ ഗാന്ധിയോട് കാണിക്കുന്ന സ്നേഹം ഒന്നുകൂടെ ഊട്ടിയുറപ്പിച്ചാണ് അവർ ഇതിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. സിദ്ദിഖ് ഇടയ്ക്ക് പ്രചരണ ഘട്ടത്തിലൊക്കെ 4 ലക്ഷത്തിനപ്പുറത്തേക്കുള്ള ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം, അതായത് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ ഇടിവ് ഏതാണ്ട് 9% ഇടിവിന് ശേഷം പൊതുവിൽ അതുണ്ടാകില്ല എന്നായിരുന്നു. ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല, വർദ്ധിത ഭൂരിപക്ഷത്തോടെ അല്ല പ്രിയങ്ക ഗാന്ധി പോവുക എന്നായിരുന്നു പൊതുവിലുള്ള സംശയം. ആ ഘട്ടത്തിൽ എന്തായിരുന്നു ഇപ്പോൾ വന്ന വിധിയിൽ അങ്ങനെയാണ്? ദേശീയ തലത്തിലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള പ്രധാനപ്പെട്ടവരും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആളുകളും എല്ലാവരും വിളിച്ച് നിരന്തരമായി ഓരോ സമയവും ഇതിൻ്റെ ഓരോ സെഗ്മെൻറ്റും എടുത്ത് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവസാനം തീരുമാനിച്ചു, എല്ലായിടത്തും ഒരു പരിശോധന നടത്തണം. ചെയ്യാത്ത വോട്ടുകൾ ഏത്, അതിൽ ആ ചെയ്യാത്ത വോട്ടുകൾ ഏത് എന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് ആശ്വാസം കിട്ടി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചെയ്യാത്തതിലെ മഹാഭൂരിപക്ഷം, സിംഹഭാഗം വോട്ടും LDFിൻ്റെയും BJPയുടെ കുറച്ച് വോട്ടുണ്ടായിരുന്നു, LDFിൻ്റെ വോട്ട് കൂടുതലുണ്ടായിരുന്നു. അതിൽ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിനോട് നീതി പുലർത്താത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷം നയിച്ചത്. ഞാനത് വളരെ ഗുരുതരമായ രീതിയിലാണ്. നമ്മളെ രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ. തെരഞ്ഞെടുപ്പ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലാണ്, അധ്വാനത്തിൻ്റെ വിലയിരുത്തലാണ്. ആ അധ്വാനത്തിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് മാന്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും ഉണ്ട്. ആ പ്രവർത്തനം ഇടതുപക്ഷത്തിൻ്റെതും BJPയുടെയും നല്ല രീതിയിൽ ഇവിടെ നടന്നിട്ടില്ല. അത് 2 രീതിയിലാവാം. ഒന്നുകിൽ അവർ പ്രവർത്തനം മന്ദീഭവിപ്പിച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയ്ക്കാനുള്ളതായിരിക്കുന്ന സ്ട്രാറ്റജിയുടെ ഭാഗമാണോ, അതല്ല ഞങ്ങൾക്ക് ഇവിടെ മത്സരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതായിരിക്കുന്ന തലത്തിലാണോ? ഏത് തലത്തിലാണെങ്കിലും 2 രീതിയിലും അവർ ചെയ്ത് ശരിയല്ല. എൻ്റെ ഒരു നിഗമനം ഞാൻ പറയാം. CPIയുടെ സ്ഥാനാർത്ഥിയോട് CPM നീതി പുലർത്താത്ത ഒരു തെരഞ്ഞെടുപ്പാണ്, നീതി പുലർത്താത്ത ഒരു തെരഞ്ഞെടുപ്പാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത്. നല്ല കൊള്ളാവുന്ന കാൻഡിഡേറ്റ് ആയിരുന്നു, പക്ഷെ അവർക്കൊരു മത്സരം പുട്ടപ്പ് ചെയ്യായിരുന്നു. അവസാനത്തെ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസില്ലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ തെരഞ്ഞെടുപ്പ് ദിവസം ഒരു ബൂത്തിൽ വാഹനം വിളിച്ച് ഈ കിടക്കുന്ന രോഗികളും മറ്റൊക്കെ ഉണ്ടാവും, അവരൊക്കെ നമ്മൾ വാഹനത്തിൽ കൊണ്ടുവരും. അതിനുള്ള സംവിധാനം ഇല്ലായിരുന്നു. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത തെരഞ്ഞെടുപ്പായിരുന്നു. തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷമുള്ള ഉറക്കമില്ലാത്ത രാത്രിയിൽ നിന്നും വലിയ ആശ്വാസത്തിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ പോയതെന്നുള്ളതാണ് ടി സിദ്ദിഖ് MLA പങ്കുവച്ചത്. ക്യാമറാമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം